ഹായ് എസ് കെ ടി എം അപ്പോൾ അവരുടെ അഡ്വഞ്ചർ ബൈക്സിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 3 ബൈക്സിന്റെ പ്രൈസാണ് റിവീൽ ചെയ്താക്കുന്നത്. നമ്മുടെ കെ ടി എമ്മിന്റെ അഡ്വഞ്ചർ 390 ലൈക്ക് ടോപ്പ് എൻഡ് മോഡൽ, പിന്നെ 390 അഡ്വഞ്ചർ എക്സ് ഉണ്ട്, പിന്നെ 250 അഡ്വഞ്ചർ. സോ നമുക്ക് ഈ ബൈക്കിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഗൈസ്, നമ്മുടെ ടോപ്പ് എൻഡ് മോഡലായ 390 അഡ്വഞ്ചറിന്റെ പ്രൈസ് വരുന്നത് 3,67,699 രൂപയാണ്. പിന്നെ എൻ്റെ താഴെ നിൽക്കണം 390 അഡ്വഞ്ചർ എക്സിന്റെ പ്രൈസ് വരുന്നത് 2,91,140 രൂപ. സോ ഇതിന്റെ രണ്ടിന്റെയും എഞ്ചിനും എല്ലാം സെയിം ആണ്, ബട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പ് എൻഡ് മോഡലിൽ കൂടുതലുണ്ടാവും. ആൻഡ് ഈ രണ്ട് ബൈക്കും തമ്മിൽ ഏകദേശം 75,000 രൂപയിൽ പ്ലസ് ഡിഫറൻസ് തന്നെ ഉണ്ട് എക്സ് ഷോറൂം പ്രൈസിൽ. അപ്പൊ നമുക്ക് ഓൺ റോഡ് ഇറക്കുമ്പോൾ എന്തായാലും അത് പിന്നെയും ആ ഡിഫറൻസ് കുറച്ചും കൂടി കൂടും. ആൻഡ് രണ്ടിലും എഞ്ചിൻ സെയിം ആണ്. സോ നിങ്ങൾക്ക് എഞ്ചിനിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് മോഡൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്കൊരു 80,000 പ്ലസ് നിങ്ങൾക്ക് പ്രൈസിൽ കുറവ് കിട്ടും ഓൺ റോഡ് പ്രൈസിൽ. ബട്ട് നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡ് മോഡൽ തന്നെ നോക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് 250 അഡ്വഞ്ചറിന് പ്രൈസ് വരുന്നത് 2,59,850 രൂപയാണ്. സോ ഇപ്പോൾ നമ്മുടെ 390 അഡ്വഞ്ചർ എക്സും ഈ 250 അഡ്വഞ്ചറും തമ്മിൽ ഒരു 32,000 രൂപയുടെ ഡിഫറൻസ് വന്നുള്ളൂ. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പറ്റുക നിങ്ങൾ 32,000 രൂപയാണ് കുറച്ചും കൂടി സ്പെൻഡ് ചെയ്തിട്ട് 390 അഡ്വഞ്ചർ എക്സ് എടുക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഒരു ബെറ്റർ എഞ്ചിൻ അവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ആദ്യം ഒരു 32,000 മേ ബി ഒരു ഓൺ റോഡ് ഇറക്കുമ്പോൾ മാക്സിമം ഒരു 40,000 രൂപ ഡിഫറൻസ് കാണുള്ളൂ. ബട്ട് നിങ്ങൾക്ക് ഒരു 399cc എഞ്ചിൻ അവിടെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ പ്രൈസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്താണ് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം? ലൈക്ക് നല്ലൊരു പ്രൈസിങ് ആണോ, അല്ലെങ്കിൽ ഒരു ഓവർ പ്രൈസ്ഡ് ആണോ, ഓർ ലൈക്ക് ഒരു വെരി ഗുഡ് പ്രൈസിങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണോ എന്നൊക്കെ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, എന്നോട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് ആയിട്ടാണ് തോന്നിയാക്കണത്. എനിക്ക് മെയിനായിട്ട് 390 അഡ്വഞ്ചർ എക്സ് അതിന്റെ ആക്ച്വലി ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ഹിമാലയൻ 450 ഏകദേശം ആ സെയിം പ്രൈസിലാണ് ആ വണ്ടിയും ലോഞ്ച് ആയിക്കണം. ആൻഡ് ഇതും പുതിയ മോഡലാണ്, അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉള്ള എഞ്ചിനാണ്, ലൈക്ക് പുതിയ സീരീസ് എഞ്ചിനാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.